നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് algebraic method of linear equations of two variables ന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ലീനിയർ ഇക്വേഷൻസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ algebraically എങ്ങനെ കണ്ടുപിടിക്കാം. algebraic മെത്തേഡ് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ രണ്ട് മെത്തേഡും എങ്ങനെയാണ് വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡിന്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്, ലീനിയർ ഇക്വേഷൻസ് ഓഫ് ടു വേരിയബിൾസ്. ഫസ്റ്റ് വൺ x minus y equal to 2, second one is x plus y equal to 4. ഫസ്റ്റ് മെത്തേഡ് ആയ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മെത്തേഡ് 1. ഓക്കെ, മെത്തേഡ് 1 പ്രകാരം നമ്മൾ, അതായത് മെത്തേഡ് 1 ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പ്രകാരം x മൈനസ് വൈ ഈക്വൽ ടു 2 എന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോ നമുക്ക് x ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. ഇവിടെ 2, ഈ മൈനസ് വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൈ ആയിട്ട് മാറും. ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷന് ഇതിന്റെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ, സെക്കൻഡ് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? x പ്ലസ് വൈ ഈക്വൽ ടു 4 എന്നുള്ള ലീനിയർ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഈ x ഈക്വൽ ടു 1 എന്നുള്ള സംഭവം x ഈക്വൽ ടു 2 പ്ലസ് വൈ എന്ന് പറയുന്നത് ഇതിന്റെ എക്സിന്റെ പ്ലേസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 2 പ്ലസ് വൈ ഈക്വൽ ടു 4. ദാറ്റ് ഈസ് 2 പ്ലസ് 2y, y പ്ലസ് വൈ എന്നാണ് 2y ഈക്വൽ ടു 4. 2y ഈക്വൽ ടു ഈ ഇവിടുത്തെ പ്ലസ് 2 ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തരും? 4 മൈനസ് 2 ഈക്വൽ ടു 2 ആവും. 2y ഈക്വൽ ടു 2. അപ്പൊ വൈയുടെ വാല്യൂ എന്താണ്? 1 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പ്രകാരം വൈയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, വൈ 1 കിട്ടി കഴിഞ്ഞാൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substitute in equation 1, then you get x is equal to 2 plus y, that is 2 plus 1 equal to 3. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി x is equal to 1 and x is equal to 3 and y equal to 1. This is your solution. ഓക്കെ, x is equal to 3, y equal to 1. ഈ മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇനി സെയിം സംഭവം തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം, മെത്തേഡ് 2, ദാറ്റ് ഈസ് എലിമിനേഷൻ മെത്തേഡ്. നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു മെത്തേഡിൽ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. സെയിം ക്വസ്റ്റ്യൻ x മൈനസ് വൈ ഈക്വൽ ടു 2, x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ രണ്ട് ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ലൈറ്റ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2x, മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് 0 ആണ്, ഈക്വൽ ടു 6 വരും. സോ ദിസ് ബിക്കം 2x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 വരും. ദെൻ ഈ x ഇസ് ഈക്വൽ ടു 3 നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ആയ x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 പ്ലസ് വൈ ഈക്വൽ ടു 4, ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 1. ഈ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? എലിമിനേഷൻ മെത്തേഡ്. അതായത് y-നെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? y-നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെ പറയുന്നതാണ് എലിമിനേഷൻ മെത്തേഡ്. മറ്റേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരെണ്ണത്തിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ഇതിനെ പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻസിന്റെ ഗ്രാഫിക്കലി എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ ഡിസ്കഷൻസും നടത്തിയത്. അപ്പം നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിന് പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.